കഴിഞ്ഞ വെള്ളിയാഴ്ച കലാഭവൻ നവാസിൻ്റെ മരണം സംഭവിക്കുന്ന ദിവസം അദ്ദേഹം ചോറ്റാനിക്കരയിൽ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. ഷൂട്ടിംഗ് ദിവസം രാവിലെ മുതൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അദ്ദേഹം ഷൂട്ടിംഗ് തുടരുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹം ഭാര്യാപിതാവിനെ വിളിച്ച് നെഞ്ചിരിച്ചിലാണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കുടുംബ ഡോക്ടറുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇത് നെഞ്ചരിച്ചിലല്ല എന്നും എത്രയും വേഗം ECG റിപ്പോർട്ട് എടുത്ത് അയച്ചു തരൂ എന്നുമായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ ഷൂട്ടിംഗ് തിരക്കിലാണെന്നും നാളെ വീടെത്തിയതിനു ശേഷം ഇതെല്ലാം അയച്ചു തരാമെന്നുമായിരുന്നു നവാസ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രകമ്പനം സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളാണ് അണിയറ പ്രവർത്തകർ സങ്കടത്തോടെ പങ്കുവച്ചെത്തിയിരിക്കുന്നത്. വേദനകളും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മറച്ചു വെച്ചാണ് അന്ന് മുഴുവൻ നവാസ് ലൊക്കേഷനിലുണ്ടായിരുന്നത്. തൊട്ടടുത്ത് നിന്നിരുന്ന ആരോടും തന്നെ ഇക്കാര്യങ്ങൾ നവാസ് പറയുക പോലും ചെയ്തിരുന്നില്ല. ഒടുവിൽ എങ്ങനെയൊക്കെയോ ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഓടിപ്പിടച്ച് ഹോട്ടൽ റൂമിലെത്തുകയും എത്രയും വേഗം വീട്ടിൽ പോകാനായി തയ്യാറാകുന്നതിനിടയിലായിരുന്നു റൂമിൽ വെച്ച് മരണം സംഭവിച്ചത്. വീട്ടിലേക്ക് പോകുന്ന നേരത്ത് കരുതുന്ന വസ്ത്രങ്ങളും കുളിക്കുവാനുള്ള സോപ്പും തോർത്തുമൊക്കെയായിരുന്നു കട്ടിലിൽ ഇരിക്കുന്നതായി കാണപ്പെട്ടത്. കഴിഞ്ഞ മാസം 25-ാം തീയതിയായിരുന്നു നവാസ് ഈ സിനിമയുടെ സെറ്റിലേക്ക് എത്തുന്നത്. തുടർന്ന് ശനിയും ഞായറും ഷൂട്ടിംഗ് ഇല്ലാത്തതിന് കാരണമായിരുന്നു വെള്ളിയാഴ്ച വീട്ടിലേക്ക് പോകാമെന്ന് നവാസ് തീരുമാനിച്ചിരുന്നത്. അസീസ് നെടുമങ്ങാടും നവാസിനോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് കൂടെയുള്ളവരാരും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. നവാസ്, അസീസ് നെടുമങ്ങാട്, കുഞ്ഞികൃഷ്ണൻ മാഷ് തുടങ്ങിയവരൊരുമിച്ചായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് മുറിയിലേക്ക് പോയത്. ആലുവക്കാർക്ക് പ്രിയങ്കനായിരുന്ന നവാസിൻ്റെ മരണം നാട്ടുകാർക്ക് വിശ്വസിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. എല്ലാവരോടും സൗമ്യമായി പെരുമാറിയിരുന്ന നവാസ് നാട്ടിലെ പരിപാടികളിലെല്ലാം തന്നെ സജീവ സാന്നിധ്യമായിരുന്നു. 4-ാം മൈലിൽ ഭാര്യ രഹനയുടെ പിതാവ് കൊച്ചിൻ ഹസനാരുടെ കുടുംബത്തിന് സമീപമായിരുന്നു നവാസും കുടുംബവും താമസിച്ചിരുന്നത്. ആലുവയിലുള്ള വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് പിതൃ സഹോദരിയുടെ വീടുമായി ബന്ധപ്പെട്ടാണ് ആലുവയിലേക്ക് എത്തുന്നത്. പിന്നീട് പള്ളുരുത്തിയിൽ നിന്നും ആലുവയിലേക്ക് താമസം മാറ്റിയ കൊച്ചിൻ ഹസനാരുടെ മകൾ രഹിനയെ വിവാഹം കഴിച്ച് ആലുവയിലേക്ക് താമസം മാറുകയായിരുന്നു. ഇതോടെ നവാസ് ആലുവക്കാരനായി മാറുകയായിരുന്നു.